വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, അതുപോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങൾ, പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങൾ, ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ പാർട്ട് എയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. പിടിച്ചോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം 2 മാർക്സിന് 8 ചോദ്യങ്ങളാണ്. അതിൽ 5 ചോദ്യങ്ങൾക്കാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സോ ആദ്യം തന്നെ നമുക്ക് എത്തിക്സ് എന്താണ് എന്നുള്ളൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള എത്തിക്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു എത്തിക്സ് തിയറീസിലുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിലിപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് എന്താണ്, അതുപോലെ തന്നെ അനലറ്റിക്കൽ എത്തിക്സ് എന്താണ്, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ആദ്യത്തെ. നെക്സ്റ്റ്, ട്രസ്റ്റിഷിപ്പ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ നിർബന്ധമായി നോക്കിയിരിക്കണം. സോ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്. നെക്സ്റ്റ്, എത്തിക് കമ്മിറ്റീനെ പറ്റിയിട്ട്, എത്തിക്സ് കമ്മിറ്റി, അതിൻ്റെ കൺസെപ്റ്റ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, എത്തിക്കൽ മോഡൽസ് ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട്, എത്തിക്കൽ മോഡൽസ് ഫോർ മേക്കിംഗ് ബിസിനസ് ഡിസിഷൻ, എത്തിക്കൽ മോഡൽസിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റ് നോക്കി വയ്ക്കുക. 2 മാർക്കിന് ചോദിച്ചാൽ എഴുതാൻ സാധിക്കുന്ന പോലെ. നെക്സ്റ്റ്, കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്, നമുക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് ഒരു 5 എണ്ണം ലഭിക്കും കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, റിസ്ക് മാനേജ്മെന്റ് എന്താണ്, പ്രതീക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് സ്കാൻഡൽസ് എന്താണ്, ആ സെയിം ഇതിലുള്ള തന്നെയാണ് കേട്ടോ. കോർപ്പറേറ്റ് സ്കാൻഡൽസ് എന്താണ്, നിർബന്ധമായി നോക്കാം കേട്ടോ. നെക്സ്റ്റ്, ഓർഗനൈസേഷണൽ സക്സസ്. വാട്ട് ഈസ് ഓർഗനൈസേഷണൽ സക്സസ്? ഓക്കെ, ഷുവർ ക്വസ്റ്റ്യൻ ഉള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിംഗ് എന്താണ്, നിർബന്ധമായും പഠിക്കണം. നെക്സ്റ്റ്, അതിൽ അക്കർമാൻ മോഡൽ ഉണ്ട്. അത് കൂടുതൽ നമുക്ക് 5 മാർക്കിൻ്റെയിലാണ്, എന്നാലും ഇവിടെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അക്കർമാൻ മോഡൽ എന്താണെന്ന് ചോദിച്ചാൽ എഴുതണം. നെക്സ്റ്റ്, നോളേജ് വർക്കേഴ്സ് ആരാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ തന്നെ അതിൽ കോർപ്പറേറ്റ് ഇമേജ് എന്താണ്. നെക്സ്റ്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പറ്റിയിട്ട്, ആരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, നിർബന്ധമായി നോക്കണം. അതുപോലെ തന്നെ ബോർഡ് കമ്മിറ്റി മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി ഇതൊക്കെ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ കേട്ടോ. ഒരു 8 ചോദ്യങ്ങളാണ്. അതിൽ നമുക്ക് 5 എണ്ണം എഴുതിയാൽ മതി. സോ അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. എത്തിക്സ് എന്താണ്, അതിൽ ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് ഉണ്ട്, അനലറ്റിക്കൽ എത്തിക്സ്,
പിന്നെ ട്രസ്റ്റിഷിപ്പ് കൺസെപ്റ്റ്, എത്തിക്സ് കമ്മിറ്റി, ദെൻ എത്തിക്കൽ മോഡൽ ഫോർ ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻസ്, കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്, റിസ്ക് മാനേജ്മെൻറ്റ് എന്താണ്, കോർപ്പറേറ്റ് സ്കാൻഡൽസ് എന്താണ്, വാട്ട് ഈസ് ഓർഗനൈസേഷണൽ സക്സസ്, ദെൻ കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിംഗ് എന്താണ്, കമൻ മോഡൽ, പിന്നെ നോളജ് വർക്കേഴ്സ് ആരാണ്, കോർപ്പറേറ്റ് ഇമേജിനെ പറ്റിയിട്ട്, ദെൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബോർഡ് കമ്മിറ്റീനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു 5 എണ്ണം എന്തായാലും കിട്ടിയിരിക്കും. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്നത് ഇതാണ്. ദെൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സ് ചോദ്യങ്ങൾ. ഇനി ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സും എക്സാം റിലേറ്റഡ് ലൈവുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയസ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.